മോനൊന്നും പറയണ്ട. 2 മാസമായിട്ടല്ലേ വന്നു പോയിട്ട്. ഇവിടെ വന്ന് കൂട്ടുകൂടി നടക്കാനല്ലേ. മോനൊന്നും പറയണ്ട, വെച്ചോ. വാപ്പാക്ക് പറമ്പിലെത്തിരി പണിയുണ്ട്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇക്കട വീട്ടിൽ പോയിരുന്നു. ഇക്ക പറമ്പിലുണ്ടെന്ന് പറഞ്ഞാലാണ് ഇങ്ങോട്ട് വന്നത്. എന്താണ് വിശേഷം മക്കളെ? മദ്രസയുടെ പണിയെടുക്കലിക്ക, ആത്മാർത്ഥമായിട്ട് സഹായിക്കണം. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ കുഴിയിൽ അഹമ്മദ് ഹാജി എത്ര തന്ന്? ആചാര്യ 25,000 രൂപ വന്ന്. 25,000 രൂപ എങ്കിൽ എന്റെ വക ഒരു 100 യാക്ക് സിമെന്റും ഒരു 50,000 രൂപ വെള്ളിയാഴ്ച പള്ളിയിലെത്തിക്കും. പോരെ? സന്തോഷമായാ? അല്ല ഇക്കിപ്പോ ഫോണിൽ സംസാരിച്ചത് മോൻ. അത് തന്നെ, നിന്റെ ചങ്ങാതി, എൻ്റെ മോൻ. അവനിപ്പേ നാട്ടിലേക്ക് വന്നോന്ന്. എന്നാലും ഇക്കിപ്പോ അവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാൽ ശരിയായില്ല. അതെന്താടൂ? അതിപ്പോ അവനെ കുറിച്ച് ഇക്കാക്കറിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അല്ല, എൻ്റെ മോനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്കറിയാവുന്നത്? ഇക്കടുത്ത് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. വിഷമിക്കരുത്. എന്ത് കാര്യം? ഇക്കടെ മോന് ഈ 2 മാസം കൂടുമ്പോൾ അവിടുന്ന് കറങ്ങി നടക്കാൻ വരെന്ന് പറഞ്ഞല്ലേ. ശരിക്കും അവൻ എന്തിനാ പറഞ്ഞത് ഇക്കാക്കറിയാവോ? എന്തിനാ? അവൻ്റെ ബ്ലഡ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാണ്. ബ്ലഡ് ചേഞ്ച് ചെയ്യാനാ? അവന് ബ്ലഡ് ക്യാൻസറാണ്. തോന്നിവാസം പറയരുത് നീ. അവൻ പറഞ്ഞത് ശരിയാണ്. ഇക്കട മോനൊരു നിർബന്ധം ഉണ്ടായി. അവൻ്റെ വാപ്പ അറിയായിരുന്നു, അതുകൊണ്ടിട്ടാണ് പറയേണ്ടിരുന്നത്. എന്റെ പോലെ വാപ്പ അറിഞ്ഞില്ലടാ.